ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇപ്പോൾ മാമ്പഴക്കാലമല്ലേ, നല്ല പഴുത്ത മാമ്പഴം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാമ്പഴം കൊണ്ടുള്ള ഒരു റെസിപ്പി തയ്യാറാക്കാം. അതിനായി 134 ഗ്രാം അല്ലെങ്കിൽ 2/3 കപ്പ് ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം കുക്ക് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് കഴുകിയെടുത്തിട്ടുള്ള ചവ്വരി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിലേക്ക് 2 കപ്പ് വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അടിയിൽ പിടിക്കാതെ ശ്രദ്ധിക്കണം. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി കൊടുക്കുക. ആ സമയം മാമ്പഴം റെഡിയാക്കി എടുക്കാം. ചെറുതായി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നല്ല മധുരമുള്ള നല്ല പഴുത്ത മാമ്പഴമാണ്. ഇത് കടയിൽ നിന്നൊന്നും വാങ്ങിയതല്ല കേട്ടോ. ഒരു സുഹൃത്തിൻ്റെ വീട്ടിൽ അവിടെ മാവിലുണ്ടായ മാമ്പഴമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ഈ ഒരു ടൈം ആകുമ്പോൾ മാമ്പഴം കിട്ടാറുണ്ട്. മാമ്പഴം ഇഷ്ടമില്ലാത്തവരായിട്ട് ആരാ ഉള്ളതല്ലേ. മാമ്പഴം നല്ല ചെറുതായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഞാൻ ഈ ഒരു രീതിയിൽ കട്ട് ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. മാങ്ങയെല്ലാം നന്നായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി റെഡിയായിട്ടുള്ള ചവ്വരി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് ഫ്രഷ് ക്രീമാണ്. 1 കപ്പ് ഫ്രഷ് ക്രീമാണ് എടുത്തിട്ടുള്ളത്. 1/2 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ചേർത്ത് കൊടുക്കുന്നത് മാംഗോ പൾപ്പാണ്. 1 കപ്പാണ് എടുത്തിട്ടുള്ളത്. കുറച്ച് ഐസ് ക്യൂബ്സ് ഇട്ട് കൊടുക്കാം. അവസാനമായി ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. നന്നായി തിളപ്പിച്ച് ആറ്റിയെടുത്തിട്ടുള്ള പാലാണ്. ഇനി എല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ചവ്വരിയുടെ കട്ടയൊന്നും ഇല്ലാതെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി ഒരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മുകളിലേക്ക് കട്ട് ചെയ്തെടുത്തിട്ടുള്ള കുറച്ച് മാങ്ങയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മാംഗോ സാഗു റെഡിയായി വന്നിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു.